നല്ല കലാലയ രാഷ്ട്രീയം നിലനിൽക്കാൻ ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപക സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നല്ല ചോദ്യം. കാരണം വെച്ചാൽ ഒരു നല്ല വിദ്യാർത്ഥിയെ സമൂഹത്തിലേക്ക് കൊടുത്തുവിടുന്നത് നല്ലൊരു അധ്യാപകനാണ്. കാരണം ആദ്യമായി ഒരു കുട്ടി പാഠപുസ്തകം തുറക്കുന്നതിനപ്പുറം ആദ്യം ആ കുട്ടിയുടെ കണ്ണുകൾ പോകുന്നത് അധ്യാപകൻ്റെ മുഖത്തേക്കാണ്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രകാശം ഒരു പക്ഷേ ആ ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ പല വഴികളിലും നല്ലത് മാത്രം തെളിയിക്കാൻ ഒരു ദീപമായി മാറും. ഇന്ന് പക്ഷേ മഹാരാജാസ് കോളേജിലെ കാര്യം തന്നെ ഞാൻ പറയാം. ഓട്ടോണമസ് വന്നതിന് ശേഷം കൃത്യമായിട്ട് തങ്ങൾ വന്ന രാഷ്ട്രീയം ഏതാണോ അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് എതിർഭാഗത്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിനെ ചിരിച്ചുകൊണ്ട് നമ്മൾ ഒരു സാധാരണ ഭാഷയിൽ പറയുകയെന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള പണി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അവളുടെ ഇൻറ്റേർണൽസ് കുറയ്ക്കുക, അല്ലെങ്കിൽ മുൻവൈരാഗ്യം എങ്ങനെയൊക്കെ കാണിക്കാമോ അത്തരത്തിലൊക്കെ കാണിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മഹാരാജാസ് കോളേജ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മഹാരാജാസ് കോളേജ് നിലവിൽ ഈ ഓട്ടോണമസ് വന്നതിന് ശേഷം ധാരാളം കേസ് കോടതിയിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഒരു വിദ്യാർത്ഥിയുണ്ട്, മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്ന നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. പക്ഷേ KSUവിൻ്റെ കൊടി പിടിച്ചു എന്ന കാരണത്തിൽ കുട്ടിയുടെ ഇൻറ്റേർണൽ മാർക്ക് കുറയ്ക്കുക, പരീക്ഷകൾ തോൽപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ കുട്ടി കോടതിയെ സമീപിച്ചു. അതിനുശേഷം ഉണ്ടായ ഓരോ റിസൾട്ടും വന്നപ്പോൾ ടീച്ചേഴ്സ് കുറച്ച മാർക്ക് കോടതി നോക്കുമ്പോൾ കൃത്യമായി അതിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ പേപ്പറുകൾ പരിശോധിക്കുമ്പോൾ കുട്ടി നല്ല മാർക്കോടുകൂടി പാസ്സാവുകയാണ്, അവൻ റാങ്ക് മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇവിടെ വ്യക്തിവൈരാഗ്യം അല്ലെങ്കിൽ താങ്കൾ നിൽക്കുന്ന രാഷ്ട്രീയത്തിനെതിരായ ഒരു വിദ്യാർത്ഥി പ്രവർത്തിച്ചാൽ അധ്യാപകൻ അതിനെ ആ ഒരു തലത്തിൽ കാണാതെ ഇവിടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴും ഉണ്ട് ചുരുക്കം ചില അധ്യാപകർ ഇങ്ങനെ കാണിക്കുന്നെങ്കിലും പൊതുവിഭാഗത്തിലുള്ള കുറേ അധ്യാപകർ ഇതെടുക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ SFI എന്നല്ല KSU എന്നല്ല ഒരു കൊടിയുമല്ല ഒരു അധ്യാപകൻ നോക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ പഠിപ്പിച്ച് അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യം മനസ്സിലാക്കി, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവൻ്റെ കൂടെ നിന്ന് അവന് വേണ്ട പൈസ കൊടുത്ത് അവനെ പറ്റുന്ന സഹായിക്കാൻ പറ്റുന്നെങ്കിൽ, അല്ലെങ്കിൽ അവനൊരു പുസ്തകം വാങ്ങിച്ചു കൊടുത്ത് അവനതൊരു ഹെൽപ്പായി മാറുന്നെങ്കിൽ തന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ സഹായിക്കുന്ന ഒരുപാട് അധ്യാപകരുമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇന്ന് ഓട്ടോണമസ് എനിക്ക് കൃത്യമായി അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായതുകൊണ്ട് നേരിട്ട് അനുഭവമുള്ളത് കൊണ്ടും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകൻ അനുഭവപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് കൂടിയാണ് ഞാനിതിപ്പോൾ സംസാരിച്ചത്. കാരണം അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് നന്മയും വെളിച്ചവും ആവേണ്ട സ്ഥാനത്ത് ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ക്യാമ്പസുകൾ പോവുകയാണ്. ഇതിനെ എല്ലാ വിദ്യാർത്ഥി രാഷ്ട്രീയവും എതിർക്കുന്നു. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നത് ഒരു വിഷയം, ഒരു ക്യാമ്പസിന് വേണ്ടി ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടുക. പക്ഷേ ഇവിടെ അധ്യാപകർ അതിനെ മുതലെടുപ്പിൻ്റെ രാഷ്ട്രീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ചോദ്യം രേഷ്മയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഇന്നത്തെ കാലത്ത് ഒരു അധ്യാപകന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ, അധ്യാപക സമൂഹത്തിന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്? നമുക്കറിയാം, വിദ്യാർത്ഥി സമൂഹം, അധ്യാപക സമൂഹം ഇത് രണ്ടും വിഭിന്നമല്ല. അത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അങ്ങനെ പരസ്പര പൂരകങ്ങളായി ഇവ രണ്ടും ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ ഒരു നല്ലൊരു വിദ്യാഭ്യാസ സമൂഹത്തിന് നല്ലൊരു രീതിയിലേക്ക് പോകാൻ സാധിക്കൂ. പക്ഷെ ഇന്നത്തെ ഇപ്പോൾ സ്നേഹ പറഞ്ഞതുപോലെ ഓട്ടോണമസ് സമ്പ്രദായങ്ങളും സ്വാശ്രയ മേഖലയിലെ ചില മാനേജ്മെൻറ്റുകളുടെ പിടിവാശികളും ഒക്കെ തന്നെ അധ്യാപകരിലെ എല്ലാ അധ്യാപകർക്കും എല്ലാ വ്യക്തികൾക്കും രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുമുണ്ട്. അപ്പോൾ ഇവർ വന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയം വെച്ചിട്ട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രതിനിധി അതിന് വിഭിന്നമായിട്ട് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ വിഭിന്ന ആശയമുള്ള വിദ്യാർത്ഥി പ്രതിനിധി ആണെങ്കിൽ അവരുടെ ഇന്റേണൽ മാർക്സ് കുറയ്ക്കുക അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നുള്ള രീതി ചില അധ്യാപകരുടെ ഇടയിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും അടച്ചാക്ഷേപിക്കുന്നില്ല. നമുക്കറിയാം, ഈ പറയുന്ന എനിക്കും എല്ലാവർക്കും നമ്മളെ സ്വാധീനിച്ച നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും സംഘടനാ ജീവിതത്തിലാണെങ്കിലും നമ്മളെ സ്വാധീനിച്ച ഒട്ടനവധി അധ്യാപകരുണ്ടാകും. അപ്പോൾ ഞാൻ വിമൻസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സംഘടനാ പ്രവർത്തനത്തിൽ ആദ്യമായിട്ട് കടന്നു വരുന്ന സമയത്ത് ഒരു അധ്യാപകൻ, നമ്മുടെ പ്രിൻസിപ്പൾ തന്നെയാണ്, അധ്യാപകൻ വളരെ എന്താ പറയുക ഒരു ഏകദേശം 2-3 മണിക്കൂർ ക്ലാസ് എടുക്കുന്ന രീതിയിൽ വരേണ്ട അങ്ങനെ ഒരു ഇവിടെ ഒരു പ്രസ്ഥാനത്തിന് എൻ്റെ ആശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ യൂണിറ്റ് തുടങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കുറേ 3 മണിക്കൂർ ഏകദേശം ക്ലാസ് എടുക്കുന്ന രീതിയിലേക്കുണ്ടായി. പക്ഷേ എന്നിരുന്നാലും ഇതേ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള അധ്യാപകർ
ഞാനെന്ന വ്യക്തിയെ, ആ ഒരു സംഘടനാ പ്രതിനിധിയെ വളർത്തിയെടുക്കുന്നതിൽ ഒരു പറ്റം അധ്യാപകർ, ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അധ്യാപക സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. പക്ഷേ എങ്കിൽ പോലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ അധ്യാപകരും ഇല്ല, ഒരു വിഭാഗം അധ്യാപകർ അവരുടെ നിക്ഷിപ്തമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ അവർ ഏത് വിധേന ആ സംഘടനാ പ്രവർത്തനം ഇല്ലാതാക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആകുമ്പോഴും നമുക്കൊന്നേ പറയാനുള്ളൂ, അധ്യാപകൻ എപ്പോഴും നയിക്കേണ്ടത്, വിദ്യാർത്ഥി നയിക്കേണ്ടത് ഒരു അജ്ഞതയിൽ നിന്നാണ്, അറിവിലേക്കാണ് നയിക്കേണ്ടത്. അപ്പോൾ ആ അധ്യാപകനെ ബഹുമാനിക്കണം. ആ അധ്യാപകൻ ഏത് പ്രവർത്തനങ്ങൾ കാണിച്ചാലും പ്രതികരിക്കാം ശക്തമായ രീതിയിൽ. ഒരു അധ്യാപകൻ കാണിക്കുന്ന തെറ്റാണെങ്കിൽ, അന്യായമാണെങ്കിൽ ന്യായമായ രീതിയിൽ പ്രതികരിക്കാൻ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അവകാശമുണ്ട്. അത് പ്രതികരിക്കണം, അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ അധ്യാപകർ, ഇപ്പം നമ്മൾക്കറിയാം കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശവക്കുഴി തോണ്ടിയതും ആദരാഞ്ജലികൾ അർപ്പിച്ച് റീത്ത് വെച്ചതും. പക്ഷെ ആ രീതിയിലേക്ക് കടന്നു ചെല്ലാതെ, ആ രീതിയിൽ കടന്നു ചെല്ലുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകാം. പക്ഷെ ആ പശ്ചാത്തലങ്ങളിലേക്ക് അധ്യാപകരും എത്തിപ്പെടാതെ ആ അധ്യാപകരും വിദ്യാർത്ഥികളും ശത്രുക്കളല്ല, മറിച്ച് ഒരുമിച്ച് പോരാടേണ്ട സമൂഹങ്ങളാണ്, ഒരുമിച്ച് പോരാടേണ്ട സമൂഹമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് പരസ്പര പൂരകങ്ങളായി പോയെങ്കിൽ മാത്രമേ നല്ലൊരു രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്നുള്ള ഉത്തമ വിശ്വാസം ഈ അധ്യാപക സമൂഹത്തിനും ഉണ്ടാകണം. ഒപ്പം വിദ്യാർത്ഥി സമൂഹത്തിനും ഉണ്ടാകണം, സംഘടനാ പ്രതിനിധികൾക്കും ഉണ്ടാകണം.